വി മുരളീധരനെ നിയമസഭാ കക്ഷി നേതാവാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാതെ രാജീവ് ചന്ദ്രശേഖർ. തന്നെ കക്ഷി നേതാവാക്കണമെന്ന രാജീവ് ചന്ദ്രശേഖർ 2 അധികാര സ്ഥാനം വരുമെന്ന വാദമുന്നയിച്ചാണ് രാജീവിന്റെ മറുനീക്കം. വി മുരളീധരനെ കക്ഷി നേതാവാക്കാൻ ആയിരുന്നു കോർ കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അഭിപ്രായം. വിജിൻ വായാന്തോട് കൂടി ചേരുന്നുണ്ട്. വിജിൻ, എന്താണ് നിലവിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് രാജീവ് ചന്ദ്രശേഖർ വരുന്നതിന് പിന്നിലെ ഉദ്ദേശം? BJP സംസ്ഥാന അധ്യക്ഷനായിക്കൊണ്ട് സംസ്ഥാനത്തെ BJPയെ മൊത്തം വരുതിയിലാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി കെട്ടിയിറക്കിയതാണ് രാജീവ് ചന്ദ്രശേഖരനെ എന്ന് വലിയ രീതിയിലുള്ള ആക്ഷേപം കേട്ടയാൾ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നു, അതല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്നു. അപ്പോൾ ഏത് രീതിയിലും എന്തിനേയും പാർട്ടി നേരിടുമ്പോൾ അതിനെ മുന്നിൽ നിന്ന് നയിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാകും മുന്നിൽ നിന്ന് അതെൻ്റെ രീതിയിൽ തന്നെ വരണം എന്നുള്ള ഒരു നിർബന്ധം പിടിക്കൽ അത് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴായി കണ്ടിട്ടുള്ളതാണ്. അതേ നിർബന്ധം തന്നെയാണ് ഇപ്പോൾ നിയമസഭാ കക്ഷി നേതാവാകാൻ വേണ്ടി അദ്ദേഹം ഉന്നയിക്കുന്നത്. പിരിച്ച തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ വി മുരളീധരനെ കക്ഷി നേതാവാക്കണം എന്നുള്ള അഭിപ്രായമാണ് കോർ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും ഉന്നയിച്ചിരുന്നത്. എന്നാൽ അന്ന് ആ തീരുമാനം എടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോഴും തർക്കം തുടരുന്നത് വി മുരളീധരനെ കക്ഷി നേതാവാക്കാൻ കഴിയില്ല, താൻ തന്നെ കക്ഷി നേതാവാകാം എന്നുള്ളൊരു അഭിപ്രായം അത് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്നതോടുകൂടിയാണ്. എന്തായാലും നിലവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഒപ്പം തന്നെ നിയമസഭാ സാമാജികരുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞു, ഇന്ന് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ടും നിലവിൽ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് BJP ഉള്ളത്. അതിന് പ്രധാന കാരണം രാജീവ് ചന്ദ്രശേഖർ അതിനായി അവകാശവാദം ഉന്നയിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. വി മുരളീധരനെ കക്ഷി നേതാവാക്കുന്നതിലൂടെ കൂടുതൽ ഇടങ്ങളിൽ ഇടപെടാനും ഒപ്പം തന്നെ കേരളത്തിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം അത് ഗുണം ചെയ്യും എന്നുള്ളതായിരുന്നു നിലവിൽ BJP നേതാക്കളുടെ ഒക്കെ അഭിപ്രായം. ഒപ്പം കേന്ദ്ര നേതൃത്വത്തിലും അത്തരമൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും കക്ഷി നേതാവാക്കിയാൽ 2 അധികാര കേന്ദ്രങ്ങളായി മാറും. അതുകൊണ്ട് വി മുരളീധരനെ കക്ഷി നേതാവാക്കരുത്, തന്നെ കക്ഷി നേതാവാക്കണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭയിൽ ഉൾപ്പെടെ കക്ഷി നേതാക്കളാണ് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കാനുള്ള അവസരം പോലും തനിക്ക് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് വി മുരളീധരനെ ഒഴിവാക്കി തന്നെ കക്ഷി നേതാവാക്കണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ടാണ് നിലവിൽ BJPക്ക് ഇപ്പോൾ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം സംസാരിച്ചതും രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരുന്നു. അങ്ങനെയുള്ള പ്രതിസന്ധിയാണ് നിലവിൽ ഇപ്പോൾ BJP അഭിമുഖീകരിക്കുന്നത്. പ്രശ്നങ്ങളിൽ ഇടപെടാനും ഒപ്പം തന്നെ കേരളത്തിൽ കുറെ കാലമായി പ്രവർത്തിച്ച പരിചയമുള്ള ആളെന്നുള്ള നിലയിൽ വി മുരളീധരനാണ് കഴിയുക എന്നുള്ള അഭിപ്രായം ഇപ്പോഴും BJPയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം അംഗങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വി മുരളീധരൻ തന്നെ വരട്ടെ എന്നുള്ള നിലപാട് ഒരു വിഭാഗം പൂർണ്ണമായും സ്വീകരിക്കുമ്പോഴും പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇതുവരെയും അതിന് വഴങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിനിഷ വി മുരളീധരൻ പക്ഷം നിന്നുകൊടുക്കുമോ? പ്രത്യേകിച്ച് കോർ കമ്മിറ്റിയിൽ വി മുരളീധരന് വേണ്ടി അത്തരത്തിലൊരു അഭിപ്രായം ഉയർന്ന സ്ഥിതിക്ക് വി മുരളീധരൻ പക്ഷം എന്തായാലും അതിനെ എതിർക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഏത് രീതിക്കായിരിക്കും രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു അനുനയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഏത് രീതിക്കായിരിക്കും രാജീവ് ചന്ദ്രശേഖർ അതിനോട് വഴങ്ങുക? നിലവിൽ വഴങ്ങാൻ തയ്യാറല്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നത്. കേന്ദ്ര നേതൃത്വത്തിൽ ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തി കക്ഷി നേതാവാകാം എന്നുള്ള ഒരു അവകാശവാദമാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കക്ഷി നേതാവാകണം, താനാണ് മത്സരത്തിന് നേരത്തെ തന്നെ തീരുമാനമെടുത്തതും തന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടതും. അതുകൊണ്ട് തന്നെ താൻ തന്നെ നിയമസഭയിൽ കക്ഷി നേതാവാകണം. താൻ അധ്യക്ഷനായി വന്നതിന് ശേഷമാണ് BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുകയും ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലയിൽ 3 സീറ്റിലേക്ക് ഉയരാൻ കഴിയുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് കക്ഷി നേതാവായി താൻ വരണമെന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഏത് തരത്തിൽ സമവായം ഉണ്ടാക്കുമെന്നുള്ളത് നിലവിൽ സംസ്ഥാനത്തിന് സമവായത്തിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലാണ് ആവശ്യം. കേന്ദ്ര നേതൃത്വം എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് അക്കാര്യത്തിൽ നിർണായകമാവുക. രാജീവ് ചന്ദ്രശേഖർ കക്ഷി നേതാവായാൽ ഏതെങ്കിലും തരത്തിൽ വിഷയത്തിൽ ഒരു പ്രിപ്പറേഷൻ നടത്തി മാത്രം വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നില മാത്രമേ ഉണ്ടാകൂ. അത് സഭയിലെ പെട്ടെന്ന് ഉണ്ടാകുന്ന സംഭവവികാസങ്ങളിൽ പ്രതികരണം നടത്തുന്നതിൽ ഉൾപ്പെടെ ഉള്ള പരിമിതി അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് വി മുരളീധരൻ വിഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ വി മുരളീധരനെ അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം പൂർണ്ണമായി അറിയുകയും കേരളത്തിൽ കാലങ്ങളായി പ്രവർത്തിക്കുകയും മുൻ അധ്യക്ഷനൊക്കെയായി പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്ത ആളെന്ന നിലയിൽ വി മുരളീധരനെ തന്നെ പരിഗണിക്കണം എന്നുള്ളതാണ് വി മുരളീധരൻ വിഭാഗം ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ അതിന് മറ്റു വിഭാഗങ്ങളിലെ മുതിർന്ന നേതാക്കളുടെ ഉൾപ്പെടെ പിന്തുണയുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ ഇതുവരെയും വഴങ്ങാൻ തയ്യാറായിട്ടില്ല. ഇനി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുന്നത് അനുസരിച്ച് പോവുക എന്നുള്ളതായിരിക്കും BJPയിൽ സംഭവിക്കാൻ പോകുന്നത്. ശരി, വിജിൻ വായാന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാന BJPയിൽ നിയമസഭാ കക്ഷി നേതാവ് ആരെന്ന കാര്യത്തിൽ തർക്കം താൻ തന്നെയാകണമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ അഭിപ്രായം, നിലപാട്. പക്ഷേ വി മുരളീധരനെ ആക്കണമെന്നാണ് BJP കോർ കമ്മിറ്റിയുടെ തീരുമാനം. ഇക്കാര്യത്തിലൊരു അനുനയത്തിലേക്ക് സമവായത്തിലേക്ക് എത്താൻ കേരള BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിജിൻ റിപ്പോർട്ട് ചെയ്യുന്നത്.